ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ചക്കയും ബീഫുമാണ്. ഞായറാഴ്ച വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ ചക്ക പരിപാടി നടത്താറുള്ളൂ. അത് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് സമയം ആവശ്യമാണല്ലോ. ഇന്ന് എളുപ്പത്തിലുള്ള ബീഫ് കറിയാണ് വെക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഒരു ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കേക്ക് കട്ടിങ്ങിന് ശേഷം എന്നുള്ള ആ വീഡിയോയിൽ. കണ്ടിട്ടില്ലാത്തവർ പോയൊന്ന് കണ്ടേക്കണേ. ഞങ്ങൾക്കിവിടെ ചക്കയൊന്നും ഇല്ല കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഒരാൾ തന്നതാണേ. ഇത് നല്ല ചക്കയായിരുന്നു, വേവിക്കാനും കൊള്ളായിരുന്നു, വറുക്കാനും കൊള്ളായിരുന്നു, പഴുപ്പിച്ചപ്പോഴും നല്ല ചക്കയായിരുന്നു. ഞാനിതിൽ നിന്ന് കുറച്ചെടുത്ത് പഴുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ചക്ക വെട്ടുന്ന കണ്ട് അപ്പോഴേ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുമായിരുന്നു. ഇല്ലെങ്കിൽ അമ്മ പറയും ചവണി കളഞ്ഞിട്ട് കൊടുക്കുക, അമ്മ അരിയാന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും ഇഷ്ടമല്ലായിരുന്നു, അന്ന് ചെയ്യത്തുമില്ലായിരുന്നു. അമ്മയെടുത്ത് സോപ്പിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വന്തമായിട്ട് ചക്ക വെട്ടുന്നു, അരിയുന്നു, ചവണി കളയുന്നു, വറുക്കുന്നു, വേവിക്കുന്നു. നമ്മൾ വലുതാവും തോറും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളല്ലേ ഉണ്ടാവുന്നത്. ചക്ക മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം വല്യച്ഛൻ്റെ വീട്ടിൽ കൊടുക്കാനായിട്ട് പോവുക അതേ കൂട്ടെ. ഈ ചക്കയും കൊണ്ട് പോകുന്ന ആളെ ഇനി ഇപ്പോഴെങ്ങും നോക്കണ്ട. അവിടെ ചെന്ന് ചക്കയും കൊടുത്തിട്ട് അവിടെ ശീലാമ്മയെടുത്ത് ശരത്തേട്ടൻ്റെ അടുത്തൊക്കെ കാര്യവും പറഞ്ഞിരിക്കും. പട്ടികൾ ചിലപ്പോൾ റോഡിൽ നിന്നൊക്കെ ഓടി വരും. അപ്പം ദേവൂട്ടൻ അങ്ങ് ഗേറ്റിനകത്ത് കയറുന്നത് വരെ നോക്കിക്കൊണ്ട് നിൽക്കാമെന്ന് കരുതി. അങ്ങനെ ദേവൂട്ടൻ നടന്നങ്ങ് ഗേറ്റിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് ചക്ക വെട്ടാനായിട്ട് ഇനി പോരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ബീഫ് കുക്കറിൽ പകുതി വേവിച്ചിട്ടങ്ങ് വിറകടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. വിറകടുപ്പിൽ ആ കനലിലൊക്കെ കിടന്ന് വേവുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ ബീഫ് അടുപ്പിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ചക്കപ്പരിപാടി അങ്ങ് തുടങ്ങി. ചക്ക ചെറിയ പീസുകളാക്കി കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ചുള ഇളക്കി എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ചക്കയെല്ലാം ഇളക്കി ഇളക്കി മുറത്തിലേക്ക് അങ്ങ് ഇട്ട് അങ്ങനെ ചക്ക വെട്ടി മാറ്റിയിട്ട് അത് അരിയാനായിട്ട് തുടങ്ങി. അരിയുന്നതിൻ്റെ രണ്ട് സൈഡും അരിഞ്ഞ് വേവിക്കാനായിട്ട് ഇട്ട് നടുഭാഗം വറുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് വെച്ച്. അങ്ങനെ 2 പാത്രങ്ങളിലായിട്ടാണ് അരിയുന്നത്. വറുക്കാനുള്ളത് വൈകിട്ട് ചായയുടെ കൂടെ വറുത്തത് കേട്ടോ. ഇപ്പോൾ തൽക്കാലം അത് ക്ലീൻ ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ഈ ചക്ക മൊത്തം ഇന്ന് വേവിക്കാനായിട്ട് എടുക്കത്തില്ല. അരിഞ്ഞ് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ കറി വെക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ. അപ്പം വേവിച്ച് വെച്ചിട്ട് പോവാം. ബീഫ് അടുപ്പിൽ കിടന്നിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുവാണേ. ഇവിടെ ബീഫ് കറിയിൽ ഞാൻ മസാലയൊന്നും ചേർക്കാറില്ല. ഉള്ളിയും ബീഫും കൂടെ കുക്കറിൽ വിസിൽ വരുത്തിയിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചതച്ചത് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് പൊടി ഐറ്റംസൊക്കെ ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുക്കറി വേവിച്ച ബീഫ് അങ്ങ് തട്ടുക ചെയ്യാറ്. എന്നിട്ട് ബീഫിലേക്ക് തേങ്ങ മൂപ്പിച്ചിടാറുണ്ട് കേട്ടോ. ചക്കയ്ക്കായിട്ടുള്ള അരപ്പിന് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടെ അരച്ചെടുക്കുവേ. അരിഞ്ഞു വെച്ചേക്കുന്ന ചക്ക കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് അരച്ച അരപ്പും ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കറിവേപ്പില ഇട്ട് അതിലേക്ക് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കും, ഈ ഉപ്പും അരപ്പും ഒക്കെ എല്ലായിടവും ചെല്ലാനായിട്ട്. എന്നിട്ട് അടച്ചങ്ങ് ഗ്യാസിലേക്ക് വെച്ച് 3 വിസിൽ വന്നപ്പോഴത്തേക്ക് ഈ ചക്ക വെന്ത് കേട്ടോ. അങ്ങനെ അതിൻ്റെ ആവിയെല്ലാം പോയിക്കഴിഞ്ഞ് കുക്കർ തുറന്ന് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത്. വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കിയെടുത്ത് അപ്പോഴത്തേക്ക് ബീഫ് കറി റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലച്ചുമോളെ ട്യൂഷന് കൊണ്ടാക്കാനായിട്ട് പോകുക ദാസേട്ടനും ദേവൂട്ടനൂടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.